ഹലോ നമസ്കാരം, എല്ലാവർക്കും ആർടി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ UPSC റാങ്ക് ലിസ്റ്റിലെ അനലൈസാണ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ UPSC റാങ്ക് ലിസ്റ്റ് വന്നു. ആദ്യത്തെ വീഡിയോയിൽ UPSC മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. എത്രത്തോളം സാധ്യതകളുണ്ട്, എത്രത്തോളം നിയമനങ്ങളാണ് കഴിഞ്ഞ 2 റാങ്ക് ലിസ്റ്റുകളായി നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അനലൈസ് ചെയ്തത്. അതിൽ ഞാൻ ഒന്ന് രണ്ട് പേര് വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാർ ഡിവിഷൻ ഫാളിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. എങ്ങനെ വർക്ക് ചെയ്യണം, അടുത്തതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഡിവിഷൻ ഫാൾ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതിൽ ഞാൻ മലപ്പുറം ജില്ലയിലെ ഡിവിഷൻ ഫാളിൻ്റെ എണ്ണം എന്നോട് ചോദിച്ചു ഒന്ന് രണ്ട് പേര്. അത് 32 സ്കൂൾ തസ്തികകളിലാണ് ഡിവിഷൻ ഫാൾ മലപ്പുറം ജില്ലയിൽ വന്നിരുന്നത്. എല്ലാ ജില്ലയിലും ഓർഡർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മിസ്സിംഗ് ആണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഓർഡർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതാണ് ഓർഡർ. സ്കൂളുകളുടെ പേരുകൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, അധ്യാപകരുടെ പേര് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഓർഡർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, എല്ലാ ഗ്രൂപ്പുകളും അവൈലബിൾ ആയിരിക്കും. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഉദ്യോഗസ്ഥരും ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവരാദ്യം മനസ്സിലാക്കുന്നത് നിരന്തരം അവരെ ശല്യം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത് ഒരിക്കലും. വിവരാവകാശ നിയമം നമുക്ക് ഉപയോഗിക്കാം, എങ്കിൽ പോലും നമ്മൾ അവരെ നിരന്തരം അവരെ കൂടി സൗകര്യത്തിലെടുത്തുകൊണ്ട് ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അവർ പ്രത്യേകം എന്നോട് ഇത് പറഞ്ഞു, കുറച്ച് പേര് എന്നോട് പറഞ്ഞു, നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ നിരന്തരം ശല്യം ചെയ്യുന്ന രീതി തുടരുന്നുണ്ട്. അത് പലപ്പോഴും അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വ്യക്തമായ വിവരങ്ങൾ തരാതിരിക്കാൻ അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മളായാലും അങ്ങനെയാണല്ലോ, നമ്മൾ നിരന്തരം ശല്യം ചെയ്യുന്ന രീതി നമ്മൾ ഒഴിവാക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ ആവശ്യമാണ്. അവരും നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യങ്ങൾ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം. മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പോലും അതിൻ്റേതായ ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകം പറയാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് പേര് വീഡിയോയുടെ താഴെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഏതെങ്കിലും ജില്ലകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരുപാട് ജില്ലകൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ പേര് പറഞ്ഞ ജില്ലകളാണ് ഞാൻ പരിഗണിക്കുന്നത്. ഇന്ന് നമ്മൾ 2 ജില്ലകൾ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ കുറേ പേര് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി 2 ജില്ലകളുടെ ഡാറ്റയാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം പരിഗണിക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ കാര്യമാണ്. ആലപ്പുഴ ജില്ലയിൽ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 218 പേരുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ അത് 192 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അത് കൂടുതലാണ്, 218 പേരുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 192 പേര്, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ 14 പേര്, ടോട്ടൽ 424 പേരുണ്ട്. ടോട്ടൽ 424 പേര്. ഇതാണ് ആലപ്പുഴ ജില്ലയുടെ ലിസ്റ്റിലുള്ളത്. അതിൽ ഓരോ കാറ്റഗറി വൈസ് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആദ്യത്തെ 100ൽ 218. ഞാൻ മെയിൻ ലിസ്റ്റ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അതിൻ്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിലെ എണ്ണമാണ് നമുക്ക് നോക്കേണ്ടത്. മെയിൻ ലിസ്റ്റിലെ നിയമനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ലിസ്റ്റ് തീർന്നു, നമുക്കറിയാം. അത് മെയിൻ ലിസ്റ്റിലെ നിയമനങ്ങളാണ്. മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റ് മാത്രമേ ഞാൻ പരിഗണിക്കുന്നുള്ളൂ. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആദ്യത്തെ 100ൽ 12 പേര്, അടുത്ത 100ൽ 17 പേര്, പിന്നെ 201 മുതൽ 218 വരെ 4 പേര്. അങ്ങനെ ടോട്ടൽ 33 പേരാണുള്ളത്. 15.13%, 10% റിസർവേഷനുമുണ്ട്. സാധ്യതകളുണ്ട്. കാരണം 15% ഉള്ളൂ എന്ന് പറഞ്ഞാൽ 10% റിസർവേഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് പേര് ഓപ്പൺ കോമ്പറ്റീഷനിലേക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 10% അത്യാവശ്യം സാധ്യതയുള്ളതാണ്. മുസ്ലിം കാറ്റഗറിയിലാണ് നല്ല സാധ്യതയുള്ള ലിസ്റ്റാണ്. ആദ്യത്തെ 100ൽ 14 പേര്, പിന്നെ 15 പേര്, പിന്നെ 3 പേര്, 32 പേരേ ഉള്ളൂ. 14.68% ആൾക്കാരുള്ളൂ. 12% റിസർവേഷനുണ്ട്. 12% റിസർവേഷനുണ്ട്. OBC അതുപോലെ തന്നെ 3, പിന്നെ ആരുമില്ല, 6 പേരുണ്ട്. 2.75, 3% റിസർവേഷനുള്ളൂ. വിശ്വകർമ്മ 4, പിന്നെ ഇല്ല, 5 പേര്, 3% റിസർവേഷൻ. വിശ്വകർമ്മയുടെ ടേൺ നമുക്കറിയാം 20, 70, 100 SIC നടം ഒരാളേ ഉള്ളൂ, 48ാമത്തെ റാങ്ക്, 1% റിസർവേഷൻ. 100 ആളെടുക്കുമ്പോൾ ആദ്യത്തെ ഒരാൾ അഡ്വൈസായി പോവും. 38ാമത്തെ ടേണാണ് SIC നാടാറുള്ളത്. ഹിന്ദു നാടാർ ഒരാളേ ഉള്ളൂ, 135 റാങ്ക്, 1% റിസർവേഷൻ. 60ാമത്തെ ടേണിൽ അദ്ദേഹം കയറിപ്പോവും. പിന്നെ ഇടങ്ങോട്ട് നിന്നുള്ള നിയമനങ്ങളെല്ലാം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നായിരിക്കും. SCCC ഒരാളേ ഉള്ളൂ, 110 റാങ്ക്, 1% റിസർവേഷൻ, ടേൺ 48. ധീവര 50ാമത്തെ ടേണാണ്, പക്ഷേ അത്യാവശ്യം എണ്ണം ആൾക്കാരുണ്ട്. 119, 167, 173 3 പേരുണ്ട്. അതുകൊണ്ട് തന്നെ നിയമനങ്ങൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് കടക്കാൻ പ്രയാസമായിരിക്കും. LC
4% റിസർവേഷൻ ഉണ്ട്, 4 പേരുണ്ട്, 107, 145, 152, 192. അതിൽ ഈ 100 അഡ്വൈസ് 104 അഡ്വൈസ് പോകുമ്പോൾ തന്നെ ഈ 4 പേരും അഡ്വൈസ് ആവും. 4 പേരും റിസർവേഷനിലായിരിക്കും പോകുന്നത്. കാരണം 100-ന് പുറത്താണ് റാങ്ക് ഉള്ളത്. അന്ന് 4 പേര് റിസർവേഷനിലായിരിക്കും. അടുത്ത 200 ആളെടുത്താലേ അടുത്ത 4 പേരിലേക്ക് പോവുള്ളൂ. അപ്പോൾ എത്രത്തോളം 6, 8, 22, 68, 94 ഇതാണ് ടേൺ. അതുകൊണ്ട് എത്രത്തോളം പോകുന്നുള്ള നിയമനത്തിനനുസരിച്ച് നിൽക്കും. ഈ 100 അഡ്വൈസ് 104 അഡ്വൈസ് പോകുമ്പോൾ ഈ 4 പേരും എന്തായാലും അഡ്വൈസ് ആവും. SC 6 പേരേ ഉള്ളൂ, 3, 1, 2 ഇങ്ങനെയാണ് വരുന്നത്. ആദ്യത്തെ 100-നുള്ളിൽ 3 ആൾ, പിന്നെ ഒരാൾ, പിന്നെ 2 ആൾ, അങ്ങനെ 8% റിസർവേഷൻ ഉണ്ട്. ST ആരുമില്ല. ഇങ്ങനെയാണ് ഈഴവ 36 പേര്, 26 പേര്, 6 പേര്, ഇങ്ങനെ 68 പേരുണ്ട്. ഈഴവ അത്യാവശ്യം എണ്ണമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ വരാറുണ്ട്. സാധാരണയിൽ റിസർവേഷൻ്റെ ആനുകൂല്യങ്ങൾ എത്രത്തോളം കിട്ടുമെന്നുള്ളത് കണ്ടറിയണം. സാധ്യത കുറവാണ്. റിസർവേഷൻ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. 68 പേരുണ്ട്, 31.2% ഉണ്ട്, 14% റിസർവേഷൻ ഉണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 2 റാങ്ക് ലിസ്റ്റുകളിൽ എത്രത്തോളം നിയമനങ്ങൾ, എങ്ങനെയാണ് നിയമനങ്ങൾ നടന്നു നോക്കാം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നിലവിൽ വന്നത് 10/10/2022 ഒക്ടോബർ 10-നാണ്. അതിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് പോയത് 3/11/2022 ആലോചിച്ച് നോക്കണം. ഈ നവംബർ ആയപ്പോൾ തന്നെ, കഴിഞ്ഞ നവംബർ ആയപ്പോൾ തന്നെ ഫസ്റ്റ് അഡ്വൈസ് പോയിരുന്നു. അന്ന് 44 വേക്കൻസി. അതിന് കാരണമുണ്ട്. അതിന് മുമ്പത്തെ ലിസ്റ്റ് കുറച്ച് മുന്നേ അവസാനിച്ചിരുന്നു. 44 വേക്കൻസിയിലേക്ക് അന്ന് അഡ്വൈസ് പോയി. ഓപ്പൺ കോമ്പറ്റീഷൻ 24 റാങ്ക് വരെ. ഈഴവ 32, മുസ്ലിം 52, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, LC 114, OBC 33, വിശ്വകർമ്മ 86. ഇത്രയും അഡ്വൈസുകളൊന്നും ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ പോയിരുന്നു. ഇത്തവണ അതിനുള്ള സാധ്യത ഇല്ല. കാരണം മുഴുവൻ വേക്കൻസിയിലേക്കും ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്യാൻ പോകുന്നുണ്ട്. ലാസ്റ്റ് അഡ്വൈസ്, ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് പറയാനുള്ള ലാസ്റ്റ് അഡ്വൈസ് 30/6/25 ജൂൺ 30. അതിന് വേക്കൻസി 16/6/25 വരെയുള്ള ജൂൺ 16 വരെയുള്ള വേക്കൻസിയിലുള്ള അഡ്വൈസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ടോട്ടൽ 138 അഡ്വൈസ്, 138 കാൻഡിഡേറ്റ്സ് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി അഡ്വൈസ് പോകാനുള്ളത് 23 വേക്കൻസിയിലേക്കാണ്. 23 വേക്കൻസിയിലേക്കോട്ട് അഡ്വൈസ് പോകാനുണ്ട് എന്നാണ് നമുക്ക് അറിഞ്ഞത്. അപ്പോൾ 138 + 23 കൂടി വരും. അത്രയും അഡ്വൈസ്. കാരണം ഇനി അഡ്വൈസ് പ്രോസസ്സ് നടക്കാനുള്ള 23 വേക്കൻസി, റിപ്പോർട്ട് ചെയ്ത 23 വേക്കൻസിയിൽ കൂടി ആലപ്പുഴ ജില്ലയിൽ അഡ്വൈസ് പോകാനുണ്ട്. ഓക്കെ, ഇനി കഴിഞ്ഞ ലിസ്റ്റിലെ ആദ്യത്തെ വർഷം, ഓരോ വർഷം ആയിട്ട് എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്ന് നോക്കാം. ആദ്യത്തെ വർഷം 56 അഡ്വൈസ് പോയിട്ടുണ്ട്. 56 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ 38 റാങ്ക് വരെ, ഈഴവ 39 റാങ്ക് വരെ, ഇത്രയും വന്നിട്ടുണ്ട്. ആദ്യത്തെ വർഷം 56 അഡ്വൈസാണ് പോയത്. രണ്ടാമത്തെ വർഷം 68, മൂന്നാമത്തെ വർഷം 29. മൂന്നാമത്തെ വർഷമാണ് കുറഞ്ഞത്. ഈ 29 എന്നുള്ള ഈ 23 കൂടി വരും. ഈ 20 ഞാൻ ടോട്ടലാണ് പറഞ്ഞത്. അതിൽ ഡിഫറൻറ്റ് ഏബിൾഡ് കാറ്റഗറിയിലൊക്കെ പെൻഡിങ് കിടക്കുന്ന എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് എണ്ണം കുറച്ച് കൂടുതൽ, ഓരോ ഇയർ വൈസ് നോക്കുമ്പോൾ എണ്ണം കൂടുതൽ വരുന്നത് അതുകൊണ്ടാണ്. 138 അഡ്വൈസ് പോയപ്പോൾ ഉള്ള നില നമുക്ക് നോക്കാം. ഓപ്പൺ കോമ്പറ്റീഷൻ 113 റാങ്ക് വരെയാണ് പോയത്. ഓപ്പൺ കോമ്പറ്റീഷൻ 113 റാങ്ക് വരെ. ഈഴവ 115, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 10, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, മുസ്ലിം 192, LC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, OBC 136, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, SIC നാടാർ 131, SCCC 122, ധീവര വിത്ത് OC ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ഡിഫറൻറ്റ് ഏബിൾഡ് കാറ്റഗറി LV 2, HIAL LGCP 5. ഇത്രയാണ് 138 അഡ്വൈസ് പോയപ്പോൾ ഉള്ളത് ഡീറ്റെയിൽസ്. ഇനി അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിലും ഏതാണ്ട് ഞാൻ പറഞ്ഞു 138 എന്ന് പറഞ്ഞ റേഞ്ച് തന്നെയാണ്. 138 കുറച്ച് അധികമായിട്ടുണ്ട് ഇത്തവണ. അതിൻ്റെ മുമ്പ് തവണ 154 154 അഡ്വൈസാണ് കഴിഞ്ഞ മുമ്പത്തെ ലിസ്റ്റിൽ. അതായത് 2022 അവസാനിച്ച ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ 2021 അവസാനിച്ച ലിസ്റ്റിൽ ഉള്ളത് 154 അഡ്വൈസാണ്. 154 അഡ്വൈസ്. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 103 വരെയാണ് അന്ന് പോയിരുന്നത്. ഈഴവ 110, മുസ്ലിം 163, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ധീവര 154, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. ഇങ്ങനെയാണ് അന്ന് അഡ്വൈസ് പോയത്. അപ്പോൾ ആലപ്പുഴ ജില്ലയുടെ സാധ്യതകൾ നോക്കുമ്പോൾ ഏതാണ്ട് ഇത്ര തന്നെയാണ്. 140 മുതൽ 170 വരെ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 140 മുതൽ 170 വരെ അഡ്വൈസുകൾ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കുറച്ചുകൂടി റൈസ് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചാണ്. ആലപ്പുഴ കുറേ ഡിവിഷൻ ഫാളിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ LPയുടെ കേസിലും വന്നിരുന്നു. അതുകൊണ്ട് അതും ഡിവിഷൻ ഫാൾ കുറയ്ക്കാനുള്ള നടപടികളും കാര്യങ്ങളും എടുക്കണം. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത ആലപ്പുഴ ജില്ലയിലുണ്ട്.
ആലപ്പുഴ ജില്ലയിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇനി റൊട്ടേഷൻ ചാർട്ടൊക്കെ തയ്യാറാക്കാം. റൊട്ടേഷൻ ചാർട്ട് ഞാനിപ്പോൾ തയ്യാറാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, റൊട്ടേഷൻ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൊട്ടേഷൻ അനുസരിച്ച് PSCയുടെ നമുക്ക് സൈറ്റിൽ തന്നെ ഒരു റൊട്ടേഷൻ മോഡലുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ, ഓപ്പൺ കോമ്പറ്റീഷൻ, SC, ഇങ്ങനെ തുടർന്ന് പോകുന്ന ഇത്. ഓരോ 9ാമത്തെ ടേണും EWS ആയിരിക്കും, 20, 70, 100 വിശ്വകർമ്മ ആയിരിക്കും. നമുക്കറിയാം 44, 92 ST ആണ്, ധീവര 50 ആണ്, 48 SCCC ആണ്. ഇങ്ങനെ നമുക്കറിയാം, കുറേ ടേണുകൾ നമുക്ക് അറിയാം, കാണാതെ അറിയാം. ഇത് വെച്ചിട്ട് നമ്മൾ PSC സൈറ്റിൽ തന്നെയുണ്ട് ഒരു റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്നതാണ്. പക്ഷെ PSC നമ്മൾ നിയമനങ്ങൾക്ക് അങ്ങനെയല്ല സാധാരണയിൽ ചെയ്യുക. സാധാരണയിൽ ഇപ്പോൾ 10 ഒഴിവാണ് വരുന്നത് വെച്ചാൽ 10 ഒഴിവിലേക്കാണ് ആ റൊട്ടേഷൻ ഓർഡറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കുറേ, പിന്നെ അതിൽ തന്നെ NJD ആദ്യം എടുക്കും, പിന്നെ TPO ഉണ്ടോ നോക്കും, ടെമ്പററി പാസ്ഡ് ഓവർ ചെയ്തതുണ്ടോ നോക്കും. ഇവ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് റൊട്ടേഷൻ. അതായത് നിങ്ങളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓർഡറിലായിരിക്കില്ല അത് പോവുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് അതിലേക്ക് നോക്കാതെ. റൊട്ടേഷൻ ചാർട്ട് ഒരുപാട് ആൾക്കാർ തയ്യാറാക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എത്രത്തോളം ഡേയ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കും എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇനി നമ്മൾ പരിഗണിക്കുന്നത് കൂടുതൽ പേര് ആവശ്യപ്പെട്ട മറ്റൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ നിയമനങ്ങൾ തൊട്ട് മുന്നത്തെ ലിസ്റ്റിനേക്കാളും നിയമനങ്ങൾ കൂടിയ ഒരു ജില്ലകളിലൊന്നാണ് കാസർഗോഡ്. മെയിൻ ലിസ്റ്റിൽ അതുകൊണ്ട് തന്നെ എണ്ണം കൂടുതൽ വന്നിട്ടുണ്ട് ഇത്തവണ. ലിസ്റ്റിൽ തന്നെ, മെയിൻ ലിസ്റ്റ് മാത്രമല്ല ടോട്ടൽ ലിസ്റ്റിൽ. മെയിൻ ലിസ്റ്റിലെ കാര്യങ്ങൾ പരിഗണിച്ച് കഴിഞ്ഞാൽ 555 പേരുണ്ട്. മുൻപത്തെ ലിസ്റ്റിൽ അത് 384 പേരായിരുന്നു. സപ്ലിമെൻ്ററി ലിസ്റ്റ് 535, ഡിഫറൻറ്റ് ലേബിൾഡ് കാറ്റഗറിയിൽ 15, ടോട്ടൽ 1105 പേരാണുള്ളത്. കാറ്റഗറി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈഴവ ബില്ലവ തീയ 1 മുതൽ 100 വരെ 28 പേര്, 101 മുതൽ 200 വരെ 21 പേര്, 201 മുതൽ 300 വരെ 25 പേര്, പിന്നെ 21, 24, 18, 137 പേരുണ്ട്. 24.68%, 14% റിസർവേഷൻ ഉള്ളത്. അത്യാവശ്യം എണ്ണം ഉണ്ട് നടത്തും. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ WS ആദ്യത്തെ 100 10 പേര്, 12 പേര്, 13 പേര്, 18 പേര്, 13 പേര്, 7 പേര്, അങ്ങനെ ടോട്ടൽ 73 പേരുണ്ട്. 13.15%, 10%മാണ് റിസർവേഷൻ ഉള്ളത്. മുസ്ലിം എണ്ണം 84 പേരുണ്ട്. ടോട്ടൽ 13, 18, 14, 18, 14, 7, 12% റിസർവേഷൻ. മുസ്ലിം കാറ്റഗറിക്ക് നല്ല സാധ്യതയുണ്ട് കാസർഗോഡ് ജില്ലയിൽ. OBC 88 പേരുണ്ട്, പതിവിൽ കൂടുതൽ എണ്ണം. OBC സാധാരണ കാസർഗോഡ് എണ്ണം ഉണ്ടാവാറുണ്ട്. OBC അതുപോലെ തന്നെ എണ്ണമുണ്ട്. അതുകൊണ്ട് റിസർവേഷൻ്റെ ആനുകൂല്യം അധികം പ്രതീക്ഷിക്കേണ്ട പറയുന്നതിൽ തോന്നരുത്. കാരണം OBC 14 പേര് ആദ്യത്തെ 100ലുണ്ട്, പിന്നെ 20 പേര്, 14 പേര്, 15 പേര്, 11 പേര്. അത് എല്ലാ ലിസ്റ്റിലും ഉണ്ടാവുന്നതാണ്. OBC കാസർഗോഡ് എണ്ണം കൂടുതലാണ്. 15.86% ഉണ്ട്, 3% റിസർവേഷനുള്ളൂ. അതുകൊണ്ട് തന്നെ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരിക്കും മിക്കവാറും അതിൻ്റെ നിയമനങ്ങൾ ഉണ്ടാവുക. സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വിശ്വകർമ്മ 25 പേരുണ്ട്. 6, 4, 4, 5, 5, 1 അങ്ങനെ വരുമ്പോൾ 25 പേര്, 4.5%, 3% റിസർവേഷൻ. വിശ്വകർമ്മ ഏതാണ്ട് എണ്ണമായി എന്ന് പറയും. SIC നാടാർ 3 പേരാണുള്ളത്. 3 പേരും റിസർവേഷനിലായിരിക്കും കയറുന്നത്. 191, 243, 280, 1% റിസർവേഷൻ ഉണ്ട്. ഹിന്ദു നാടാർ 2 പേരേ ഉള്ളൂ. 117, 304, 1% റിസർവേഷൻ. SCCC ആരുമില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം. SCCC 48ാമത്തെ ടേണിൽ എടുക്കും. ധീവര 5 പേരുണ്ട്. ധീവര 5 പേരുള്ളതുകൊണ്ട് തന്നെ അവർക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് കിടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നില്ല. ഇനി NJD ഒക്കെ വന്നെങ്കിലേ ഉണ്ടാവുള്ളൂ. 142, 240, 302, 476, 486, 1% റിസർവേഷനുള്ളൂ. 50th ടേണിൽ. LC 6 പേരേ ഉള്ളൂ. 4% റിസർവേഷൻ ഉണ്ട്. 337, 385, 328, 387, ഈ 4 പേരും ആദ്യത്തെ 104 പേരെ എടുക്കുന്നവരിൽ തന്നെ അഡ്വൈസ് ആവും. പിന്നീട് അങ്ങോട്ട് 426, 482 തൊട്ടടുത്ത 100ലേക്ക് വരും. പിന്നെ റിസർവേഷനിലായിരിക്കും 4%. ഓരോ 100ലും 104ലും 4 പേര് LC നിന്നുണ്ട് എടുക്കുന്നുണ്ട്. 4% റിസർവേഷൻ ഉണ്ട്. SC 6 പേര്, ST ആരുമില്ല. ഇങ്ങനെയാണ് കാസർഗോഡ് ലിസ്റ്റിലുള്ള കാറ്റഗറി വൈസ് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ. ഈ കാസർഗോഡ് ലിസ്റ്റിലെ നിയമന നില ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കാസർഗോഡിൽ കഴിഞ്ഞ ലിസ്റ്റിലെ ആദ്യത്തെ അഡ്വൈസ് വന്നത് 26/11/2022 ഒക്ടോബർ 10 ലിസ്റ്റ് വന്നു. അത് കഴിഞ്ഞ് അടുത്ത നവംബറിൽ തന്നെ 26/10 160 അഡ്വൈസാണ് അന്ന് പോയത്. 160 എണ്ണം. ആ എണ്ണമാണ് ശരിക്കും കാസർഗോഡിൻ്റെ നിയമന നില കൂട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. 133 ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തു. 24 NJD ഉണ്ടായിരുന്നു, 3 DA അൺഫിൽഡ് ആയിട്ട് കിടന്നു. അങ്ങനെ ഓപ്പൺ കോമ്പറ്റീഷൻ 114 റാങ്ക് വരെ. EBT
122 റാങ്ക് വരെ, മുസ്ലിം 187 റാങ്ക് വരെയും, OBC 118, SIC 16, സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, LC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4, ഇങ്ങനെ 160 അഡ്വൈസാണ് ആദ്യത്തെ അഡ്വൈസ് തന്നെ കാസർഗോഡ് കഴിഞ്ഞ തവണ പോയത്. അതാണ് കാസർഗോഡ് നിയമന നില കുറച്ച് കൂടി എന്ന് പറയാൻ കാരണം. ലാസ്റ്റ് അഡ്വൈസ് 26/6/2025 10 അപ് ടു 10/6, അതായത് ജൂൺ 10 വരെയുള്ള വേക്കൻസികൾ ആണ് ഫില്ല് ചെയ്തത്. 26/6 ജൂൺ 26-നാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഇനിയൊന്നും കാസർഗോഡ് അയക്കാനില്ല, ഒഴിവുകളൊന്നും അയക്കാനില്ല. 400 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ലിസ്റ്റിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 57-ലാണ് നിൽക്കുന്നത്. ഇനി 58-ൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു TP ഉണ്ട്, മുസ്ലിം കാറ്റഗറിയിൽ ഒരു TP ഉണ്ട് 56, OC ടേണിൽ 56ാമത്തെ ടേണിലുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത DA പെൻഡിങ്ങിലുണ്ട്, DHA ഒരു പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ DHA ആയിരിക്കും ആദ്യം വരുന്ന വേക്കൻസികളിൽ പെൻഡിങ്ങിലുള്ളത് എടുക്കും. പിന്നെ NJD ഉണ്ടെങ്കിൽ അത്, പിന്നെ TPO ആയിട്ട് വരും. NJD ഇപ്പോൾ കൊടുത്ത അഡ്വൈസിൽ ഏതെങ്കിലും NJD ഉണ്ടെങ്കിൽ അത് ആദ്യം എടുക്കും. പിന്നെ അങ്ങോട്ട് ഈ പെൻഡിങ്ങിലുള്ള മുസ്ലിം കാറ്റഗറിയായിട്ട് ആദ്യം കയറും TPO ഉള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ ഓരോ വർഷമുള്ള നിയമന നില നോക്കിക്കഴിഞ്ഞാൽ ആദ്യ വർഷം 261 എണ്ണം പോയിരുന്നു. ആദ്യ വർഷം 261 അഡ്വൈസ് അയച്ചിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷൻ 188 റാങ്ക് വരെയും, ഈഴവ 195 റാങ്ക് വരെയും. പിന്നീട് അങ്ങോട്ട് നിയമനം താരതമ്യം വളരെ കുറവായിരുന്നു. രണ്ടാമത്തെ വർഷം 80, മൂന്നാമത്തെ വർഷം 59, ഇത്രയും നടന്നിട്ടുള്ളൂ. ആദ്യ അഡ്വൈസിലെ 160 അഡ്വൈസാണ് കാസർഗോഡ് എണ്ണം കൂടുതൽ വരാൻ കാരണം. ആദ്യത്തെ അഡ്വൈസിലെ 160 എണ്ണം അത് വളരെ രീതിയിൽ സ്വാധീനിച്ചിട്ട് അങ്ങനെയാണ് 400-ലേക്ക് എത്തിയത്. ഈ 400 അധികമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ അഡ്വൈസ് 275 പോയുള്ളൂ. അതിനനുസരിച്ചാണ് ലിസ്റ്റ് ഉണ്ടാക്കിയത്. പക്ഷേ നിയമന നില കൂടി. അതുകൊണ്ട് തന്നെ ഇത്തവണ ലിസ്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒഴിവുകളൊന്നുമില്ല. LPയുടെ കാര്യത്തിലും വളരെ കഷ്ടമാണ്. ഡിവിഷൻ ഫാൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ജില്ലകളിലൊന്നാണ് കാസർഗോഡ് എന്ന് വേണം പറയാം. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. കുട്ടികളുണ്ട്, പല സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണമുണ്ട്. ആധാർ നമുക്ക് ഇതിലേക്ക് ലിങ്ക് ചെയ്ത് വരാനുള്ള പേരിലുള്ള എറർ, ആധാർ പലരും കുട്ടികൾ എടുക്കാത്തത് ആ സമയത്ത് 6ാമത്തെ പ്രവൃത്തി ദിനത്തിൽ വേണമല്ലോ ആധാറിൻ്റെ കണക്കെടുത്തത്. അതിൽ വേണ്ട ഇടപെടലിൽ വന്ന ഒരു കുഴപ്പം, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ അടുത്ത തവണ അത് മേക്കപ്പ് ചെയ്യാൻ കഴിയും തോന്നുന്നു. പക്ഷേ ഡിവിഷൻ ഫാള് വന്നത് തിരിച്ചു വരാനുള്ള സാധ്യത കുറവായിരിക്കും. 275 അഡ്വൈസാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് വന്നത്. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 193 വരെ പോയുള്ളൂ. ഈ 400 അഡ്വൈസ് പോയപ്പോൾ ഉള്ള നില നമുക്ക് നോക്കാം. 400 അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷൻ 293 റാങ്ക് വരെ, ഇഴവ 296 റാങ്ക് വരെ, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 28, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 10, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 24 റാങ്ക് വരെ പോയിരുന്നു. LCO റാങ്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് 17, OBC 292. ഞാനതാ പറഞ്ഞത്, OBC എപ്പോഴും കാസർഗോഡ് വിത്തിൻ OC ആണ് സാധാരണ ഇതിൽ ഉണ്ടാവാറുള്ളത്. കാരണം OBC എണ്ണം അത്യാവശ്യം എണ്ണം ലിസ്റ്റിൽ തന്നെ ഉണ്ട്. വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, SIC നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ഹിന്ദു നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, LV സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, HI എല്ലാവരും. ഇതാണിത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഡ്വൈസ് നില കഴിഞ്ഞ ലിസ്റ്റിൻ്റെ അഡ്വൈസ് നില കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ എത്രത്തോളം 275 അഡ്വൈസായി പോയിട്ടുള്ളൂ. അതേ സമയത്താണ് ഈ ലിസ്റ്റിൽ 400 അഡ്വൈസ് പോയത്. ഇനി അടുത്തതിൽ എത്രത്തോളം പോകുന്നുള്ളത് നോക്കണം. അടുത്തുള്ള സാധ്യത 400 അഡ്വൈസ് വരെയൊക്കെ പോകുമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഒഴിവുകൾ ഇനി വരുമോ എന്നുള്ളത് സംശയമാണ്. ഞാൻ പല ജില്ലകളിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ കാസർഗോഡ് ഇത്ര പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇനിയുള്ളവർ എന്നുള്ളത് കൊണ്ട് നോക്കണം. നിങ്ങൾ തളർത്തുന്നതല്ല, ഉള്ള യാഥാർത്ഥ്യങ്ങൾ അതുപോലെ പറയാൻ നോക്കുകയാണ്. കാരണം ഡിവിഷൻ ഫാൾ കാസർഗോഡ് ജില്ലയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ LP ലിസ്റ്റിലുള്ളവരോട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇപ്പോഴും നിയമനങ്ങൾ നടന്നിട്ടില്ല. വളരെ കുറഞ്ഞ പോസ്റ്റുകളിലേക്ക് വളരെ കുറച്ച് അഡ്വൈസ് നടന്നിട്ടുള്ളൂ. ആദ്യത്തെ ഒരു അഡ്വൈസ് പോയി എന്നല്ലാതെ പിന്നെ ഒന്നും നടന്നിട്ടില്ല. കാസർഗോഡ് വിളിക്കുമ്പോൾ ഒഴിവുകളേ ഇല്ല. പലരും പല BRCയിലേക്കും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചൊക്കെ നിർത്തി തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പല അധ്യാപകരെയും അങ്ങോട്ടൊക്കെ മാറ്റി BRCയിലൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊന്നും അത്രത്തോളം വലിയ ഒഴിവുകളോ ഒന്നും കഴിഞ്ഞ ലിസ്റ്റിൽ ആദ്യത്തെ അഡ്വൈസ് ഞാൻ പറഞ്ഞിരുന്നു 160 അഡ്വൈസുകളോ വന്നിരുന്നു. ആ ലെവലിലേക്കൊന്നും ഇനി ഫസ്റ്റ് അഡ്വൈസിലൊന്നും വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു നിയമന പ്രതീക്ഷയായിട്ട് നിങ്ങൾ ഗ്രാജ്വലി വരാം റിട്ടയർമെൻറ്റ്. പിന്നെ കാസർഗോഡ് മറ്റൊരു പ്രതീക്ഷയുള്ളത് ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ട്രാൻസ്ഫറുകൾ ഒരുപാട് വരാൻ ചാൻസ് ഉള്ള ജില്ലകളിലൊന്നാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യതയുണ്ട്. അത് വെച്ച് അടുത്ത ഏപ്രിൽ മെയ് ഒക്കെ കഴിഞ്ഞ് ട്രാൻസ്ഫറൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച്, കാരണം കാസർഗോഡ് നിന്ന് കുറേ ആൾക്കാരങ്ങ് പോകാനുണ്ട്. കാസർഗോഡേക്ക് വന്ന് മലപ്പുറത്തുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് എഴുതിയ ഒരുപാട് ആൾക്കാരുണ്ട്, കഴിഞ്ഞ ലിസ്റ്റിൽ കയറിയവരുണ്ട്. അവരൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിന് 5 വർഷം ആവണം. ഈ ലിസ്റ്റിൻ്റെ കാലാവധിയിൽ തന്നെ അത് പോവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നിയമനങ്ങൾ നടക്കും. അല്ലാതെ
വലിയ നിയമനങ്ങൾ തുടക്കത്തിലൊന്നും അത് പ്രതീക്ഷിക്കരുത്. ഇത്രയൊക്കെയാണ് ബേസിക്കലി പറയുന്നത്. ഞാനിത് കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല, അനാലിസിസിലേക്ക്. ഇനി മറ്റ് ജില്ലകളുടെ ഒരുപാട് ജില്ലകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരമാവധി എൻ്റെ സമയത്തിനനുസരിച്ച് പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു ജില്ലയുടെ അനാലിസിസുമായിട്ട് വരാം. നിങ്ങൾ കൂടുതൽ പേർ ആവശ്യപ്പെടുന്ന മറ്റൊരു ജില്ലയുടെ അനാലിസിസുമായിട്ട് വരാം. ഓക്കെ.